ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി സോയ കീമ മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളമില്ലാത്ത രീതി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് കുറച്ച് സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൾസ് ബട്ടൺ പ്രസ് ചെയ്യണം കേട്ടോ. അരയ്ക്കല്ല വേണ്ടത്, ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ആയി കിട്ടിക്കോളും, പൊടിയായിട്ട് കിട്ടിക്കോളും. നമുക്കിനി മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പീസ് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മതിയാവും. അത് കഴിഞ്ഞ് 2 ഉണക്കമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റാർ അനീസും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരണം. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇത്രയും ഹോൾ സ്പൈസസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ള സ്പൈസസ് ഒക്കെ ചേർത്താലും മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഉള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ചോപ്പറിലിട്ടിട്ട് നല്ലതുപോലെ ഇതുപോലെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും പൊടിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പ വഴിക്ക് ചോപ്പർ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ചോപ്പറിലാവുമ്പോൾ ഇതുപോലെ നൈസായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി ചേർത്തതിന് ശേഷം 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിയുടെ കളർ അത്യാവശ്യം പിങ്ക് കളറായി വരുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത്രയും പൊടിയായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഇനി അത് കഴിഞ്ഞ് ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പേസ്റ്റിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല കളറൊക്കെ മാറി ഒന്നും കൂടി ബ്രൗൺ ആയിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡറും പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്നെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചോപ്പറിൽ ചോപ്പ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അരച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല കഴിക്കുന്ന സമയത്ത് അതിൽ ബ്ലെൻഡ് ആയിക്കോളും ആൻഡ് പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്ന വരെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയായിട്ട് വരും, തക്കാളിയൊക്കെ ഒന്ന് കുറുകി വരും. ആ സമയത്ത് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഉടച്ച തൈരാണ്. പിന്നെ പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. ഒട്ടും പുളി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. എല്ലാ സൈഡിൽ നിന്നും ഒന്ന് എണ്ണ തെളിയുമല്ലോ. അപ്പോൾ അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതായത് ഇത്രയും മതിയാവും. ഓൾമോസ്റ്റ് എല്ലാ സൈഡിൽ നിന്ന് എണ്ണ തെളിച്ചിട്ടുണ്ട്. അതുപോലെ ബബിൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന സോയ ചങ്ക്സ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ അല്ലാതെ തന്നെ പൊടിച്ചതായിട്ട് തന്നെ കിട്ടും, പൊടിച്ച പാക്കറ്റ് കിട്ടും. വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ കീമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ഈ എളുപ്പമല്ല ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ സോയ ചങ്ക്സ് ഒക്കെ ചേർത്തതിന് ശേഷം, ചങ്ക്സ് അല്ല അത് കീമ ആക്കിയതിന് ശേഷം അത് ചേർത്തല്ലോ, അതിനുശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. സോ ഇത് അടച്ച് വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച ജാറില്ലേ, തക്കാളി അരച്ച ജാറുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അത് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളമെല്ലാം നമ്മൾ ചേർത്തിക്കുന്ന വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഫ്രോസൺ ആയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഫ്രഷ് ഗ്രീൻ പീസാണ് ചേർക്കുന്നതെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ ആയതുകൊണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇനി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അതല്ല ഏതെങ്കിലും ഒരു പൊടികളുടെ കുറവ് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരണം. അപ്പോഴേക്കും കളറൊക്കെ മാറി ഇതുപോലെ ആയി വരും.
വരും. ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ല ഗരം മസാല പൊടി വേണം തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് കസൂർ മേത്തി കയ്യിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അഥവാ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം കുറച്ചധികം ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വെജിറ്റേറിയൻ സ്പെഷ്യൽ ആയിട്ടുള്ള സോയാ കീമ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കീമയ്ക്ക് പകരം സോയാ കീമയും കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് ഈസി ആയിട്ടുള്ള ഒരു മുരിങ്ങക്ക കറിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. തേങ്ങ അരച്ചിട്ടുള്ള മുരിങ്ങക്ക കറി. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് നല്ല പഴുത്ത തക്കാളി 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഏകദേശം 3 മീഡിയം സൈസിലുള്ള മുരിങ്ങക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പില, അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഈ ഒരു മുരിങ്ങയൊക്കെ മുങ്ങി നിൽക്കുന്ന ഭാഗത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഈ മുരിങ്ങയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടണം. അതുവരെ നല്ലതുപോലെ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയ കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 3/4 ടീസ്പൂൺ വരെ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. തിളച്ച് വരികയാണെങ്കിൽ നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. മുരിങ്ങയൊക്കെ അത്യാവശ്യം സോഫ്റ്റും ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഥവാ വെള്ളം വേണം തോന്നുകയാണെങ്കിൽ, ഈ കറിക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് വെള്ളം വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അത്യാവശ്യം കുറുകി കറി മതി എന്നുണ്ടെങ്കിൽ ഇത്രയും മതിയാവും കേട്ടോ. കാരണം ഈ കറി ഇരിക്കുന്തോറും കുറുകുകയും ചെയ്യും. തേങ്ങ അരച്ച ഏത് കറിയാണെങ്കിലും ഇരിക്കുന്തോറും ഒന്ന് കുറുകും. പിന്നെ നമ്മൾ പുളി ചേർക്കുന്നില്ല. അതുകൊണ്ട് പുളിയുള്ള തക്കാളി എടുക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ടുണ്ടാവും. അപ്പോൾ ടേസ്റ്റ് കൂട്ടും. അഥവാ നിങ്ങളുടെ ഒരു പുളി ഇല്ലാത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി ചേർക്കാം. പക്ഷേ എന്നാലും അതിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അത്യാവശ്യം 1-2 ബബിളൊക്കെ വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചെറിയ ഉള്ളിയും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളിയുടെ കളർ അത്യാവശ്യം ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള മുരിങ്ങക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരുപാട് ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഉണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റിനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് വീഡിയോസും ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.